Lord. Hallelujah. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലാ വിചാരവും മാറ്റിവെച്ച് അമ്മയെക്കുറിച്ച് മാത്രം ഓർത്തിരിക്കുക. അമ്മയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുക. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കുറവുകൾ എല്ലാം അമ്മയ്ക്കറിയാം. ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. അത് ഞാൻ വെറുതെ പറയാൻ വേണ്ടിയിട്ടില്ല. അനേക അനുഭവം നിങ്ങൾക്കും എനിക്കും ഉണ്ട്. അമ്മയ്ക്കറിയാമെന്നുള്ളത്, നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാം. അപ്പോൾ ആ ഒരു അമ്മയെക്കുറിച്ച് മാത്രം ഓർത്തിരിക്കുക. നിൻ്റെ ശ്രദ്ധ സ്വർഗത്തെക്കുറിച്ചായിരിക്കണം, അമ്മയെക്കുറിച്ചായിരിക്കണം, ദൈവത്തെക്കുറിച്ചായിരിക്കണം, ഈ ലോകത്തെക്കുറിച്ചായിരിക്കരുത്. കൊളോഷ്യർ 3-ാം അധ്യായം 2-ാം വചനം പറയുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടാകണം. അമ്മയെക്കുറിച്ചും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ഉണ്ടായിരിക്കണം. ഹൃദയമൊന്ന് ഉടമ്പടി ചെയ്തിട്ട് പോയി കുറേ പേര് പാലിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കൗൺസിലിങ്ങിന് പറയാറുണ്ട്, വിട്ടുപോകും. അത് നല്ല ബോധ്യമുള്ള ഇല്ലാത്തതുകൊണ്ടാണ്. അമ്മയെക്കുറിച്ച്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. അമ്മ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ വേണ്ടിയിട്ട് ഈശോ നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ്. ഈ മാനവരാശിക്ക് ഏറ്റവും വലിയ സമ്മാനം ദൈവം തന്നിട്ടുള്ളത് അമ്മയാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയണത്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ അതിന് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന എന്തിനാണ് ചെയ്യുന്നത്? ദൈവത്തിന് എപ്പോഴും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തിരുമനസ്സ് നടപ്പിലാക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് അബ്രഹാം ഉണ്ടായിരുന്നു. ദൈവം തന്നെ ആഗ്രഹിച്ച അബ്രഹാമിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ മോശ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവസാനം കുരിശിലിരുന്ന ഈശോ അവസാനമായിട്ട് 19:27 യോഹന്നാൻ അമ്മയെ നമുക്ക് തന്നുകൊണ്ട് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ്, എൻ്റെ ജോലി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവ തിരുമനസ്സ് നടപ്പിലാക്കണമെങ്കിൽ ആരെങ്കിലും മധ്യസ്ഥം ചെയ്യണം. അത് അമ്മ തന്നെയാണ്. പക്ഷെ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അതിൻ്റെ ഫലൻ, ആ അനുഭവം നമ്മളിലേക്ക് വന്ന് ചേരാത്തതിൻ്റെ പലപ്പോഴും കാരണമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിലേക്കായിരിക്കും എപ്പോഴും. അന്ന് ഈശോയുടെ ശിഷ്യന്മാരും മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്. കാരണക്കാരിയായ സ്ത്രീക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞതെല്ലാം ആ സ്ത്രീ ദൈവ സാന്നിധ്യത്തിലായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു. നമ്മൾ ശരീരമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ലോകത്തിലേക്കായിരിക്കും. അപ്പോൾ മധ്യസ്ഥം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കില്ല പലപ്പോഴും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ ലോകത്തിലാണോ ഇല്ല ദൈവത്തിലേക്കാണോ നമ്മളെ മനസ്സ്? അത് നമ്മൾ എപ്പോഴും ദൈവത്തിലേക്കായിരിക്കണം. നമ്മൾ ലോകത്തിൻ്റെ കൂടെ മിത്രമായിരിക്കും, ലോകത്തിലൂടെ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, നമുക്ക് ബന്ധം കൂടുതലായിരിക്കും. അത് യാക്കോബ് 4-ാം അധ്യായം 4 പറയുന്നത്, 4-ാം വചനം പറയുന്നത്, ലോകത്തിൻ്റെ മിത്രമാകുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കും. ദൈവത്തിൻ്റെ അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കാൻ പറ്റാതെയാവും. അപ്പോൾ അതിന് മധ്യസ്ഥം ചെയ്യാനാണ് അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത്. അമ്മ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥ വഴിയാണ്. ദൈവത്തിനുള്ള തിരുമനസ്സ്, നമ്മളിലുള്ള തിരുമനസ്സ് നടപ്പിലാക്കുക. അത് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയെക്കാളും, നമ്മളെ പ്രിയമുള്ളവർ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വെച്ചിട്ടുള്ളതിനേക്കാളും, സ്വന്തം അമ്മ തൻ്റെ മക്കളോടുള്ള പദ്ധതിയെക്കാളും, അമ്മയും അച്ഛനും, അതിനേക്കാളും വലിയ പദ്ധതിയാണ്, നല്ല പദ്ധതിയാണ്.
ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി. അത് നമുക്ക് മനസ്സിലാകില്ല. അത് നമ്മളെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുക. എൻ്റെ പദ്ധതിയൊക്കെ തെറ്റായിരുന്നെന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ദൈവത്തിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അതിന് നമുക്ക് ആദ്യം നമ്മളെ തന്നെ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കാൻ, ഞാൻ ദൈവത്തിലേക്കാണോ ഇല്ല ലോകത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? ഞാൻ ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ദൈവസാന്നിധ്യത്തിലേക്ക് വന്നിട്ടില്ല. ശരീരം കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാകാം, പക്ഷെ നമ്മളെ ജീവിതം ലോകത്തിലായിരിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വചനം പറയുന്നു, നീ ലോകത്തിലാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക നീ ലോകത്തിലാണ് ദൈവത്തിലേക്കാണെന്ന്? നിൻ്റെ മനസ്സ് നിന്നിൽ അസൂയ, അതേപോലെ വിദ്വേഷം, കയ്പ്, മനസ്സിൽ കയ്പ്, ബിറ്റർനെസ്, അതുണ്ടെങ്കിൽ നീ ലോകത്തിലാണ് ഇപ്പോഴും. നമുക്ക് പോലും അറിയില്ല നമ്മൾ അസൂയ ഉണ്ടായില്ല എന്ന്. അത് വലിയൊരു സാത്താൻ്റെ കണിയാണ്, സാത്താൻ്റെ ട്രാപ്പാണത്. അത് മനസ്സിലാക്കണം. എന്നിൽ അസൂയ ഉണ്ടാകുന്നത്, അതുപോലെ വിദ്വേഷം, അത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതിലിരുന്ന് ഇന്ന് നമുക്ക് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്ക് ഈ അസൂയ മാറിക്കിട്ടണം. അപ്പോൾ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ മാതാവ് സഹായിക്കും. നമ്മളിരുന്ന് ഈ 2 കാര്യങ്ങൾ വിട്ടുപോകാൻ അമ്മ മാതാവ് സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നോക്കണം. അപ്പോൾ എന്നിൽ അസൂയുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ സാത്താൻ വെച്ചിരിക്കുന്ന കെണി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അസൂയ വേറെ ആരോടുമില്ല, നമ്മളെ സ്വന്തം ബന്ധം വീട്ടിലുള്ളവരോട് തന്നെയാണ് അവിടെ വെച്ചാൽ തുടങ്ങുന്ന അസൂയൊക്കെ. സ്വന്തക്കാരോടും ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നവരോടും എല്ലാം അസൂയായിരിക്കും. നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചോദിക്കുക. നമ്മൾ പലപ്പോഴും വല്ലവരുടെ ദുഃഖത്തിലൊക്കെ പുറമേ കരയുന്ന പോലെ കാണിച്ചാലും, സങ്കടപ്പെടുന്നത് കാണിച്ചാലും, അകത്ത് നമ്മളറിയാതെ ഒരു സന്തോഷം തന്നെ ഉണ്ടായില്ല അന്ന്. അതെല്ലാം സാത്താൻ്റെ കണിയാണ്. അപ്പം നീ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം നിനക്ക് വേണ്ടിയ ശ്രദ്ധ, നീ ലോകത്തിലിരുന്ന് വിട്ടുമാറി ഡിറ്റാച്ച്മെൻറ്റ്, ലോകത്തിൽ വിട്ട് ദൈവത്തിലേക്ക് അടുക്കണം. അപ്പം നിനക്ക് പെട്ടെന്ന് നല്ല അനുഭവം കിട്ടും. ദൈവം ആഗ്രഹിക്കുകയാണ് നിന്നെ അനുഗ്രഹിക്കണം, കൃപ തന്നൊന്നെല്ലാം. പക്ഷേ നമ്മൾ അനുവദിച്ച് കൊടുക്കാറില്ല. നമ്മൾ അകന്ന് നിൽക്കുക. നമ്മളെ മനസ്സ് ദൈവത്തിലിരുന്ന് അകന്ന് നിൽക്കുക. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഈ അസൂയ വിട്ടുമാറാൻ നമ്മളിലേക്ക് കൃപ ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരണം. 1-ാമത്തെ പോയിൻ്റ് അത് യോഹന്നാൻ 1:17, നിയമം മോശ വഴിയും കൃപ യേശുക്രിസ്തു വഴിയുമാണ്. അപ്പോൾ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എനിക്ക് അസൂയ വിട്ടു മാറണില്ല. എനിക്ക് അസൂയാണ്, അടുത്തുള്ളവരോട് അസൂയ, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അസൂയാണ്, എൻ്റെ മകനും അവരായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അസൂയാണ്. ഇതെല്ലാം നിൻ്റെ കൃപയെ ബാധിക്കും, നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ ബാധിക്കും. അത് സ്വന്തം ചേട്ടനനിയന്മാരെ കാണുമ്പോൾ അസൂയ, അയൽക്കാരെ കാണുമ്പോൾ അസൂയാണ്, അവരൊരു സാരി വാങ്ങിക്കുമ്പോൾ അത് കാണുമ്പോൾ അസൂയാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. എന്നാൽ അസൂയപ്പെടുമ്പോൾ നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത്? നമുക്ക് കൃപയും അനുഗ്രഹവും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിന് കൃപ ദൈവത്തോട് തന്നെ ചോദിക്കണം. ആദ്യം നമ്മളുള്ള
കുറവെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തോന്നുന്നു എനിക്ക് അസൂയൊന്നുമില്ലെന്ന്. പക്ഷെ നിൻ്റെ മനസ്സ് ഒരാൾ സന്തോഷിക്കുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് സാത്താൻ ആ വിഷത്തെ കൊടുത്തിട്ടുണ്ട്. അസൂയയുടെ വിഷം കയറ്റിയിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കണം. നമ്മളെ പരാജയവും മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടം തോന്നുമ്പോൾ അത് അസൂയ തന്നെയാണ്. അയൽക്കാരുടെ കൊച്ച് കാനഡയിൽ പോയി IELTS എഴുതി പാസ്സായി. എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല. അവർ അമേരിക്കയിൽ പോയി, എൻ്റെ കൊച്ചു പോയില്ല. അതിന് MBBS സീറ്റ് കിട്ടി, എൻ്റെ കൊച്ചിന് കിട്ടിയില്ല. കിട്ടിയില്ലെന്ന് മാത്രമല്ല, 10ാം ക്ലാസ് പാസ്സായില്ല. വിഷമം, അവരെ കാണുമ്പോൾ ഒരു സങ്കടം, നമ്മളെ കൊച്ചിനെ കാണുമ്പോൾ ദേഷ്യം. പ്രാർത്ഥന മുടങ്ങിപ്പോവും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണേ? പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 6:12 പറയുന്നത്, എല്ലാം നിനക്ക് നിയമാവശ്യമാണ്, പക്ഷേ നിയമപ്രകാരം നിനക്കും പോകാം, അമേരിക്കയിൽ പോകാം, അടുത്തുള്ള കൊച്ചിനെ പോലെ. നിൻ്റെ കൊച്ചിനെയും നീ കടം വാങ്ങിച്ചോ എങ്ങനെയൊക്കെ MBBS ചേർക്കാം. കള്ളത്തരം കാണിച്ച് നമുക്ക് മുന്നോട്ട് വരാം, ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാശുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, വലിയ ബംഗ്ലാവ് പണിയാം. പക്ഷേ അതെല്ലാം നിനക്ക് പ്രയോജനമായിരിക്കില്ല. അതുകൊണ്ട് നിനക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാകില്ല. മറ്റുള്ളവരെ കണ്ടിട്ട് നിനക്കതുപോലെ കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ നന്മയ്ക്കായിരിക്കാം. നിനക്ക് നന്മയാണോ ഇല്ല എന്നത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നിൻ്റെ കുടിലായിരിക്കാം, മറ്റവർക്ക് ബംഗ്ലാവായിരിക്കാം. പക്ഷേ എന്തിനാ ബംഗ്ലാവ്? നിങ്ങൾക്ക് തോന്നും അവിടെ പോകുമ്പോഴത്തേക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന്. അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് എത്ര പേര് എനിക്കറിയാമെന്നറിയാവും. ഉറക്കഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഉറക്കഗുളിക വേണം, അത് അഡിക്ഷനായി. അതുകൊണ്ട് വലിയ വേറെ റിയാക്ഷൻസൊക്കെ ഉണ്ട്. അവരത് കഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. കുറേ കഴിഞ്ഞാൽ അത് ഒരു ഗുളിയൊന്നും തികയില്ല. നിനക്ക് സമാധാനവും സന്തോഷവും ഉറക്കവും ദൈവമാണ് തീരുമാനിക്കുന്നത്. നിനക്ക് കുടിലാണ്. മഴ പെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അതിൽ ചോർച്ചയുണ്ടെങ്കിൽ തന്നെ നിനക്ക് ഉറങ്ങാൻ സാധിക്കും, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അത് തരുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തത് മത്തായി 6:8. ദൈവത്തിനറിയാൻ നീ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് എന്താ ആവശ്യമുണ്ടെന്ന്. നിനക്ക് തന്നിട്ടുള്ളതൊക്കെ ദൈവമാണെങ്കിൽ അത് നിനക്ക് ആവശ്യമാണ്. അതുമാത്രമാണ് നിനക്ക് തന്നിരിക്കുന്നത്. നിനക്ക് കാർ ആവശ്യമില്ല, നിൻ്റെ കൊച്ചിന് MBBS ആവശ്യമില്ല. നമുക്കൊക്കെ വിചാരം വരുന്നത് MBBS വരുമ്പോൾ MBBS ചേർക്കുന്ന അച്ഛനമ്മമാർ പറയുന്നത്, വയസ്സാങ്കാലത്ത് ഞങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോഴത്തേക്കും ഞങ്ങളെ മക്കൾ വേറെ എവിടെയും ഡോക്ടറെ അന്വേഷിച്ചു പോകണ്ടല്ലോ, ഇത് മതി. അത് കേൾക്കുമ്പോൾ കുറേ കൂടി അസൂയയായി, സങ്കടമായി. പ്രൈസ് ദി ലോർഡ്. വയസ്സാങ്കാലത്ത് അസുഖം എന്നാണ് നല്ലത്, അസുഖം വരാതിരിക്കുന്നതാണ് നല്ലത്. മക്കൾ MBBS പഠിച്ചിട്ട് നിങ്ങൾക്കൊരു അസുഖം വന്ന് മക്കൾ ചികിത്സിക്കുന്നതാണോ നല്ലത്, ആ അസുഖം വരാതിരിക്കുന്നതാണോ നല്ലത്? പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതേപോലെ 4ാമത്തെ പോയിൻ്റ്, ലൂക്ക 10-8 തിരുവചനം. നിനക്ക് വിളമ്പപ്പെട്ടിരിക്കുന്നത് നീ ഭക്ഷിക്കുക, നിനക്ക് പരിചരിക്കപ്പെട്ടിരിക്കുന്നത് നീ ഭക്ഷിക്കുക. അത് ദൈവവചനമാണ്, ദൈവകൽപ്പനയാണ്. നിനക്കെന്താ തന്നിരിക്കണം? ചിലപ്പോൾ നിൻ്റെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം, നിൻ്റെ മക്കളെ അനുസരിക്കുന്നുണ്ടാകില്ല. അത് ദൈവമാണ് നിനക്ക് വിളമ്പി തന്നിരിക്കുന്നത്. അത് നീ അംഗീകരിക്കുക. മറ്റുള്ളവർ കുറേ സമ്പാദിക്കും, മക്കൾ സമ്പാദിക്കേണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നിനക്ക് ദൈവം തന്നത് നന്ദി പറഞ്ഞ് നീ അംഗീകരിക്കാൻ പഠിക്കണം. നീ ലോകത്തെ വിട്ട് ദൈവത്തിലേക്ക് വരും. ഇതെല്ലാം അസൂയ മാറാനുള്ള കാര്യം ഞാൻ പറയണത്. അസൂയയിലിരുന്ന് രക്ഷപ്പെടാനാ.
സാത്താൻ്റെ കെണിയിരുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നിനക്കെന്ത് കിട്ടിയിട്ടുണ്ടോ? നിനക്കിന്ന് കുടിലാണ് തന്നിരിക്കുന്നത്, നിനക്ക് കടബാധ്യത ഉണ്ടാകാം, മറ്റുള്ളവർക്ക് കുറേ സമ്പത്ത് ഉണ്ടാകാം, അതിൽ കാര്യമൊന്നുമില്ല, അത് ദൈവം തന്നതാ. ദൈവത്തിന് അതിൽ പദ്ധതി ഉണ്ടാവും. നമുക്കൊക്കെ സാത്താൻ തരുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാവം കൊണ്ടാണ് എനിക്ക് ഈ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നത്. അത് ദൈവത്തിലേക്ക് സമർപ്പിക്കുക. ദൈവമേ നീ തന്നതാണ് നന്ദി. ചിലപ്പോൾ നമ്മളെ തെറ്റുകൊണ്ടായിരിക്കാം കടബാധ്യത ഉണ്ടാകാം, പക്ഷേ അതിനൊരു ടെക്നിക്കുണ്ട്. നീ അത് ദൈവത്തിലേക്ക് കൊടുത്തിട്ട് ദൈവമേ നന്ദിയുണ്ട്, ഈ കടബാധ്യത കൊണ്ട് ഞാൻ എളിമപ്പെടാനും നിന്നിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നീ തന്നായാണ്. ഇതിൽ നിനക്കൊരു പദ്ധതിയുണ്ട്, നന്ദി ദൈവമേ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉത്തരവാദിത്തം, നിൻ്റെ കടബാധ്യതയുടെ ഉത്തരവാദിത്തം ദൈവത്തിനാണ്. ഇതെല്ലാം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും. ഹെബ്രിയർ 2:8 പറയുന്നത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണ ദൈവമാണ്, നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നിൻ്റെ കടമായിരിക്കട്ടെ, നിൻ്റെ ജപ്തി നോട്ടീസായിരിക്കട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, എന്തായാലും നിൻ്റെ പുറത്ത് കേസ് എടുത്തിരിക്കണ കോടതിയെ നിയന്ത്രിക്കുന്നതും ദൈവമാണ്. കളക്ടറായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ താഴെയാണ്. അപ്പം നീ അംഗീകരിക്കുക, അത് നിനക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം അംഗീകരിക്കുക, അതിന് കംപ്ലൈൻറ്റ് പറയരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഹെബ്രിയ 13:5 പറയേണ്ടത്, നിനക്ക് ഉള്ളതിനെ കൊണ്ട് നീ തൃപ്തിപ്പെടുമ്പോൾ, ഹെബ്രിയ 13:5 ഇത് ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഇതൊക്കെ ചാർട്ട് പേപ്പറിൽ എഴുതി വെക്കണം. വീട്ടിൽ പോയിട്ട് ഒരു ചാർട്ട് എഴുതിയിട്ട് അടുക്കളയിലും ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചാൽ എപ്പോഴും നോക്കണത്. നിനക്ക് കിട്ടിയിട്ടുള്ളതിനെ കൊണ്ട് നീ തൃപ്തിപ്പെടുമ്പോൾ, കണ്ടൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്, തൃപ്തിപ്പെടുമ്പോൾ ഞാൻ നിന്നെ കൈവിടില്ല. അതാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത് വാഗ്ദാനമാണ്. നിനക്ക് പരാതിയുള്ളപ്പോഴും കരച്ചിലുള്ളപ്പോഴും പിരിവിരിപ്പുള്ളപ്പോഴുമാണ് പ്രശ്നം നീ ലോകത്തിലേക്ക് മാറിപ്പോകുന്നത്. നിനക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം എല്ലാം ചൊല്ലി നീ തൃപ്തിപ്പെടുമ്പോൾ, നന്ദിയോടത് അംഗീകരിക്കുമ്പോൾ, നിനക്ക് വിളമ്പപ്പെട്ടിരിക്കുന്നത് നീ ഭക്ഷിക്കുമ്പോൾ, നീ ഏറ്റെടുക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, ദൈവം പറയാണ് ഞാൻ നിന്നെ കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ അസൂയയുടെ കാര്യം നോക്കിയായിരുന്നു. ഇത് സൈലൻറ്റ് കില്ലറാണ്. നമ്മളറിയാതെ നമ്മളെ ദൈവത്തിലിരുന്ന് ഇങ്ങനെ അകന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവം കിട്ടാത്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പോയിൻ്റ്, നമുക്ക് നമ്മളെ ജീവിതത്തിൽ ദൈവത്തിരുന്ന് അകത്തുന്നത് നമ്മളെ വിദ്വേഷം, വെറുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. കയ്പുള്ള അനുഭവമാണ്, ബിറ്റർനെസ്. അപ്പോൾ അതിനും നമുക്ക് മരുന്നുണ്ട്, ഈശോടത്ത് മരുന്നുണ്ട്. ജീവിതത്തിലേക്ക് കയ്പ് വരുമ്പോൾ നമ്മളെല്ലാവരും പലവരും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ കയ്പും വെച്ചുകൊണ്ടാണ്. വിദ്വേഷം, സങ്കടം എന്ന് പറഞ്ഞാൽ അതൊരു കയ്പ, എല്ലാം വെറുത്ത്. അപ്പോൾ നിരാശ, എന്നിട്ട് വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നീ എവിടെയാണ്? ലോകത്തിലിരുന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് താമസിക്കുന്നത്. നിനക്ക് കിട്ടാനുള്ള അനുഭവം ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. നിനക്ക് അനുഭവം ലഭിക്കാൻ ഒരു സെക്കൻഡ് മതി. പക്ഷേ നമ്മൾ ദൈവത്തിലേക്കില്ല ഉള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, കൗൺസിലിങ്ങിൽ എന്നോട് വന്ന് ചോദിക്കണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇതുപോലെ പാലിച്ച് നോക്കുക. നിങ്ങൾക്ക് അനുഭവം കിട്ടണ്ട ഇല്ലേ എന്ന് നോക്കുക, പെട്ടെന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ജീവിതത്തിലേക്ക് കയ്പ് വരുമ്പോൾ എന്താ ചെയ്യുക? കയ്പ് വരുമ്പോൾ, വിദ്വേഷം വരുമ്പോൾ എന്താ ചെയ്യുക? അത് ദൈവം തന്നെ അതിൻ്റെ ഉത്തരം പഴയ നിയമത്തിൽ പുറപ്പാട് 15-ാം അധ്യായം 23 തൊട്ട് 25
ഇസ്രായേൽ ജനങ്ങളോട് കൂടി മോശ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ദാഹിക്കും, വെള്ളം കിട്ടില്ല. അപ്പോൾ മാറാന്ന് പറഞ്ഞൊരു കിണർ കുളമാണ്. അതിലേക്ക് പോയിട്ട് അതിൽ വെള്ളം ഉണ്ടാവും. അതെടുത്ത് കുടിക്കുമ്പോഴത്തേക്ക് അത് കയ്പായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനങ്ങൾക്ക് അത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കും, ഈ കയ്പ് ഉണ്ട്, എങ്ങനെയാണ് ഈ വെള്ളം കുടിക്കുക? ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, ഞങ്ങളെ ജനങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയും, ഒരു മരക്കഷ്ണം കാണിച്ചുകൊണ്ട് അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെള്ളം മധുരമാവും, അത് കുടിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കഴിപ്പും നമുക്ക് കുടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള മരക്കർഷമാണ് കുരിശ്. പ്രൈസ് ദി ലോർഡ്. കുരിശോട് ചേർത്ത് വെക്കണം. നിനക്ക് വന്നിട്ടുള്ള ഈ വിദ്വേഷവും വെറുപ്പും നിരാശയും മറ്റുള്ളവർ നിന്നോട് കാണിച്ചിട്ടുള്ള ദ്രോഹത്തിൻ്റെ ഫലമാണെങ്കിൽ അതെല്ലാം നീ കുരിശിനോട് ചേർത്ത് വെക്കണം. കുരിശ്, അതുകൊണ്ടാണ് ഈശോ ലൂക്ക 14:27 പറഞ്ഞത്, നീ ലോകത്തിലെ വെറുപ്പുള്ളപ്പോൾ നീ ലോകത്തിലാണ്, എന്നിലിരുന്ന് അകന്ന് നിൽക്കുക, എന്നിലേക്ക് നീ അടുക്കണമെന്നുണ്ടെങ്കിൽ കുരിശ് എടുത്തുകൊണ്ട് എന്നിലേക്ക് അടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുരിശോട് നീ ചേർത്ത് വയ്ക്കുമ്പോൾ, ഈശോയുടെ കുരിശ് ധ്യാനിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ദ്രോഹമാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ച ദൈവം, നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവ് സൃഷ്ടിനെ കൊണ്ട് തന്നെ പീഡ സഹിച്ച് അപമാനം സഹിച്ച് കുരിശിൽ മരിച്ചില്ലേ നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്തോ ഒരു സ്നേഹമാണ് അവിടെ ഉള്ളത്. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് ഒരു വാക്ക് പറഞ്ഞല്ലോ അവിടെ വെച്ചിട്ട്. ദൈവത്തിനെ കൊണ്ട് എന്തും സാധിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം സഹിച്ചില്ലേ നമുക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്തോരം കരുണയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ കരുണയിരുന്ന് ദൈവം ഒരു 10,000 കരുണയാണ് നമുക്ക് തന്നിരിക്കണമെങ്കിൽ അതിലിരുന്ന് ഒരു 5 കരുണ എടുത്ത് മറ്റുള്ളവർക്ക് ഇങ്ങ് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വാരിക്കോരി നിങ്ങളോട് കരുണ കാണിച്ചിരിക്കുക, തന്നിരിക്കുക, അങ്ങോട്ട് തന്നിരിക്കുക. ദൈവം ഒരു 10,000 രൂപ തന്നിരിക്കുക, നിനക്ക് 5 രൂപ മറ്റുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ചെറിയ കാര്യമില്ല മറ്റുള്ളവർ നിന്നോട് കാണിച്ച ദ്രോഹമൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. 1 കൊരിന്ത്യർ 1:18 ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ കുരിശ് എങ്ങനെയാണ് വഹിക്കാമെന്ന് ഞാൻ 2-3 വാക്കുകൊണ്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു അനുഭവം, അത് അമ്മ മാതാവ് തന്നെയാണ് ഈ കുരിശിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇല്ല, എനിക്ക് പ്രാർത്ഥന അറിയാത്ത കാലത്ത്, ജ്ഞാനസ്ഥാനം എടുക്കാത്ത കാലത്ത് എനിക്ക് നല്ല പോലെ നന്മ നിറയെ മറിയുമ്പോൾ അറിയില്ല, അന്ന് കൊന്തയൊന്നും ചൊല്ലാൻ അറിയില്ല. ദൈവം നോക്കുന്ന മനസ്സിനെയാണ്, നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. ഞാൻ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ജോലി, ഇന്നൊക്കെയാണ് കച്ചവടം, അതെല്ലാം അമ്മ തന്നതാണ്. ഇന്നൊക്കെ എൻ്റെ സ്വന്തം ബിസിനസ്സല്ല. അപ്പോൾ ഇത് തന്നെ ഒരു അടയാളമല്ലേ, നമുക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അന്നൊക്കെ എനിക്കൊരു എന്നെക്കാളും ഒരു 100 രൂപ കൂടുതൽ ശമ്പളമുള്ളവരെ കാണുമ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ തോന്നിക്കും. അത് അസൂയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് അതുപോലെ എത്ര ആൾക്കാരെ എനിക്ക് ജോലിക്ക് വയ്ക്കാൻ പറ്റും. അതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണമാണ്. ദൈവത്തെക്കൊണ്ട് എല്ലാം സാധിക്കും. ദൈവത്തിൻ്റെ തിരുമനസ്സാണെങ്കിൽ നമുക്ക് തരും. അത് നമുക്ക് നന്മയ്ക്കാണെങ്കിൽ മാത്രമേ തരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു എൻജിനീയറിങ്, ഞാൻ പറഞ്ഞില്ലേ, എൻജിനീയറിങ് കോളേജിൻ്റെ അപ്ലിക്കേഷൻ വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അന്ന്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയാണ് പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഇവിടെ കളമശ്ശേരി. അവിടെ പോയിട്ട് എന്നെക്കാളായൊക്കെ കുറച്ച് മാർക്ക് കുറവാണ് പ്രീ ഡിഗ്രിക്ക്, എനിക്ക് കൂടുതലാണ്. എന്നിട്ട് അവിടെ പോകുമ്പോൾ അപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ 500 രൂപ, എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ 100 ചില്ലറ രൂപയേ ഉള്ളൂ. അയാളുടെ കയ്യിൽ കാശുണ്ടായിരുന്നു, അയാൾക്ക് എക്സ്ട്രാ തരാനും ഉണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. അയാൾ അപ്ലിക്കേഷൻ വാങ്ങിച്ച് അവിടെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത് ഞാൻ വീട്ടിൽ പോയി അടുത്ത ദിവസം വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസവും കാശില്ല, ഡേറ്റ് കഴിഞ്ഞ് പോയി, ഒന്നുമില്ല, പൈസ ഇല്ല, പോയി. അതിൽ എന്താ രസമെന്ന് വെച്ചാൽ അയാൾക്ക് എൻജിനീയറിങ്ങിന് സീറ്റും കിട്ടി അവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ, നേവൽ ആർക്കിടെക്റ്റിന് കിട്ടുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻജിനീയറിങ് ആവണമെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്ന്
നല്ല വിഷമമുണ്ടായി. പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണമാണ്. ഇന്ന് ദൈവം ഇതുപോലെ വളർത്തി. എത്ര എഞ്ചിനീയറിംഗ് കോളേജ് എനിക്കറിയാം, എനിക്ക് വിൽക്കാൻ വേണ്ടി വന്നേ. ഞാൻ വിചാരിച്ചു എനിക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇന്ന്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഉയർത്തിയിട്ടുണ്ട് ദൈവം. അപ്പോൾ ഇതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാനത് അന്ന് കളക്ഷന് പോകുമായിരുന്നു. ഞാൻ കുരിശിനെ കുറിച്ചാണ് പറഞ്ഞു വന്ന്. കളക്ഷന് പോകുമ്പോഴത്തേക്കും തിരുവനന്തപുരം പാളയം വരെയൊക്കെ നടന്നു പോകും. പാളയം മാർക്കറ്റുണ്ട്, അവിടെ ആ കളക്ഷനൊക്കെ ചെയ്തിട്ട് അവിടെ പാളയം പള്ളിയുണ്ട്, വലിയൊരു പള്ളിയാണ്, റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാതാവിൻ്റെ രൂപമുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ആ മുട്ടിപ്പേ നിൽക്കുന്ന ഒരു ചെറിയ ബൈബിൾ, ഇതുപോലത്തെ ഒരു ബൈബിൾ എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാവും. കൊന്തൊന്നും ചൊല്ലാൻ അറിയില്ല. അവിടെ പോയിട്ട് ബൈബിൾ വായിക്കും. എന്നിട്ട് എൻ്റെ അമ്മയോട് സംസാരിക്കണ പോലെ സംസാരിക്കും. അന്ന് ഭയങ്കര വിഷമമായിരിക്കും, കയ്പ്പാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ക്യാൻസർ. എനിക്ക് അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. അമ്മയ്ക്ക് ക്യാൻസറാണ്. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, കാശില്ല. അപ്പോൾ ഈ കളക്ഷൻ ചെയ്ത് അതിൽ കമ്മീഷൻ എന്തെങ്കിലും കിട്ടും. അതുമായിട്ട് ശനിയാഴ്ച പോയി കീമോതെറാപ്പിയുടെ കാശ് അന്ന് 1000 ചില്ലറ രൂപയാണ്. കീമോതെറാപ്പിയുടെ ഇഞ്ചക്ഷൻ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതുമാത്രമല്ല, അനിയത്തി മാത്രമുണ്ട്, മൊബൈലില്ല. അപ്പോൾ എന്തെങ്കിലും വിശേഷം അറിയണമെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് അവർ പോയി വിളിച്ചുകൊണ്ട് തന്നെ അനിയത്തിയെ വിളിക്കണം, ഹോസ്പിറ്റലിൽ ഇരുന്ന് വിളിച്ച് സംസാരിക്കണം. വലിയ വിഷമം. അത് ജോലിയുടെ വിഷമം അതിനേക്കാളോ ഉപരി. ലീവ് എടുക്കാൻ സാധിക്കില്ല. ലീവ് എടുത്താൽ ജോലി പോകും, ഉള്ളതും പോയി. അങ്ങനെ ആ മാതാവിനോട് വന്നിട്ട് ഞാൻ അവിടെ മുട്ടിപ്പേർന്ന അമ്മയോട് പറഞ്ഞു, അമ്മ നിന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമല്ലോ, എൻ്റെ അമ്മയ്ക്ക് എന്താ സൗഖ്യം തരാത്ത? എൻ്റെ ദുരിതം ഇതുപോലെ ദുരിതമാണല്ലോ എനിക്ക്, ഞാൻ എന്ത് ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ കണ്ണും പൂട്ടി പ്രാർത്ഥിക്കുക, കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സങ്കടമാണ്, കയ്പ്പാണ്. അതാണ് കയ്പ്പെന്ന് പറയണത്. ദേഷ്യവും എല്ലാം കൊണ്ട് എന്തിനാ ഇത് തോന്നിപ്പോവും, എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രാർത്ഥനയ്ക്ക് ശരിയാണോ എന്നൊക്കെ ഒന്ന് തോന്നിയായിരുന്നു. അതുപോലത്തെ ഒരു കയ്പ്പായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് ഒരു സ്ത്രീ നിൽക്കുക, ഒരു തുണിയൊക്കെ മുഷിഞ്ഞ തുണി പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ച ഭിക്ഷയ്ക്ക് എന്തോ വന്നിരിക്കുകയെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അന്ന് 100 രൂപയൊക്കെ വലിയ കാര്യം എടുക്കാൻ സാധിക്കില്ല. 10 രൂപ ചേർത്തിട്ടാണ് ഞാൻ ചേർത്ത് വയ്ക്കുന്നത്. എണിച്ച് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ, ഒരു കാശൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു ഞാൻ മലയാറ്റൂർ പോവുകയാണെന്ന് പറഞ്ഞു. പ്ലീസ് ദി ലോർഡ്. എനിക്ക് മലയാറ്റൂരൊന്നും അറിയില്ല. മലയാറ്റൂർ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, മലയാറ്റൂർ പോയായിരിക്കും, ബസ്സിന് കാശുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് പോക്കറ്റിൽ കൈ ഇട്ടപ്പോഴത്തേക്കും 100 രൂപയുടെ നോട്ട് വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇനി 10 രൂപ എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ 100 രൂപ എടുത്ത് കൈ കൊടുത്തു. പ്ലീസ് ദി ലോർഡ്. അത് വാങ്ങിച്ചിട്ട് ചിരിക്കുക, എന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയുക, മലയാറ്റൂർ പോകാനുള്ള കാശൊക്കെ തന്ന്, പക്ഷേ എൻ്റെ കുരിശങ്ങോട്ട് വഹിക്കാവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അത് മനസ്സിലായില്ല അന്ന്. പിന്നീട് ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞിട്ട് ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഇവർക്ക് വട്ടാണ്, കാശും കൊടുത്തിട്ട് നിൻ്റെ കുരിശും വഹിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടിപ്പേ നിന്ന് കണ്ണുമുട്ടി പ്രാർത്ഥിച്ച്. പിന്നെ കണ്ടപ്പോൾ കണ്ടില്ല, അത് മാതാവായിരുന്നു. എനിക്ക് നല്ല ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കയ്പ്പ് മാറാൻ അത് എനിക്കിന്ന് മനസ്സിലായി. എന്തൊക്കെ വിഷമം വരുമ്പോഴും കുരിശിലേക്ക് നോക്കി നീ ധ്യാനിക്കണം. ഈശോ നിനക്ക് വേണ്ടി സഹിച്ചത് നീ നോക്കുമ്പോൾ ദൈവസ്നേഹം നിറയും. ദൈവസ്നേഹം നിറയണമെങ്കിൽ നിനക്ക് വെറുപ്പും വിദ്വേഷവും വരുമ്പോൾ അത് കുരിശിനെ ധ്യാനിക്കണം. കുരിശാണ്. മരക്കഷ്ണം അന്ന് ഇട്ടപ്പോഴത്തേക്കും കയ്പ്പ് മാറി അത് മധുരിച്ച പോലെ നിനക്ക് ജീവിതം മധുരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് കുരിശ് വഹിക്കുന്നത്? നിന്നെ അത് 1 കൊരിന്ത്യർ 4-ാം അധ്യായം 12 തൊട്ട് 13 വരെ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 12 തൊട്ട് 13. 12-13. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആരെങ്കിലും ശപിക്കുമ്പോൾ നീ അനുഗ്രഹിക്കുക. ഇങ്ങനെയാണ് ശീലിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ശപിക്കുമ്പോൾ നീ അനുഗ്രഹിക്കുക. നിന്നെ ആരെങ്കിലും അവമാനിക്കുമ്പോൾ നീ എളിമപ്പെട്ട് അവരോട് കരുണയോടെ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്.
തിരിച്ചപമാനിക്കാൻ നിൽക്കരുത്. നീ തിരിച്ചപമാനിച്ചു കഴിഞ്ഞാൽ കുരിശിനെ നീ തള്ളിപ്പറയുക. കുരിശ് ഏൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ ശപിക്കുന്നവരോടെല്ലാം, നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നവരോടെല്ലാം, നിന്നെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറയണവരെ എല്ലാം അവരെക്കുറിച്ച് നീ നല്ലത് മാത്രമേ പറയാവൂ. അത് ശീലിച്ചു നോക്കുക, അത് കുരിശ് അംഗീകരിക്കുക. മറ്റുള്ളവർ വിചാരിക്കും ഇവരൊക്കെ ഭ്രാന്താണ്, നീയാണ് തെറ്റുകാരി, അപ്പോൾ അവൻ പറഞ്ഞതെല്ലാം കറക്റ്റല്ല, അവൾ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ആയിക്കോട്ടെ, നിന്നെക്കുറിച്ച് നിൻ്റെ ദൈവത്തിനറിയാം. നീ എന്താണെന്നുള്ളത് നിൻ്റെ ദൈവത്തിനറിയാം. നീ അവരെക്കുറിച്ച് മോശം പറയരുത്. നിന്നെ നന്നാക്കി പറയേണ്ട കാര്യവുമില്ല. നന്നാക്കി പറഞ്ഞാൽ നിന്നെ നീ ന്യായീകരിച്ച് കഴിയുമ്പോഴത്തേക്കും ദൈവം മരക്കഷ്ണം ഇട്ട് തന്നത് നീ അത് വലിച്ച് തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതേപോലെ നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. റോമ 12:14. നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. 5:43, മത്തായി 5:43 ഉണ്ടത്, 43-44 നിന്നെ ആര് പീഡിപ്പിക്കുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ കാര്യം? നിൻ്റെ ഭർത്താവ് വഴി നിനക്ക് പീഡനം കിട്ടിക്കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കണം. അയൽക്കാരെ കൊണ്ട് നിനക്ക് പീഡനം കിട്ടിക്കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കണം. അത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ തിരുമനസ്സ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മധ്യസ്ഥം ചെയ്യുന്നോ അവരിലേക്ക് നടപ്പിലാക്കും. ദൈവത്തിൻ്റെ തിരുമനസ്സ് നന്മയാണ്. നിന്നെ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർ പിശാചിൻ്റെ പിടിയിലാണ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടും. നിൻ്റെ മക്കൾക്കും വിടുതൽ കിട്ടും. നീ അവരോട് ദേഷ്യപ്പെടരുത്, ഭർത്താവിനോട് ദേഷ്യപ്പെടരുത്, ഭാര്യയോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ മതി. അതുതന്നെയാണ് ഈശോ പറഞ്ഞത്, അത് കുരിശാണ്. കുരിശ് നീ എടുത്തിട്ട് എൻ്റെ പുറകിൽ വരിക. അപ്പോൾ നീ ചെയ്യേണ്ടത് എന്താ? നീ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ദൈവ തിരുമനസ്സ് അവിടെ നടപ്പിലാക്കുക അവരുടെ മുകളിലുള്ള. അത് കുറേ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. ദൈവം തിരുമനസ്സ് നടപ്പിലാകുമ്പോൾ അവർ നീ പ്രതീക്ഷിക്കുന്ന പോലെ ആളായിട്ട് മാറിത്തീരും. പ്രൈസ് ദി ലോർഡ്. അയൽക്കാർ കുറച്ച് മതിലിങ്ങോട്ട് മാറ്റി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വഴക്കായി, പ്രശ്നമായി, കേസായി, പാർട്ടിക്കാരോട് പോയി, ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദിവസവും മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ദൈവം തിരുമനസ്സ് നടപ്പിലാക്കുക. ദൈവം അവനിക്ക് മനസ്സ് കൊടുക്കും. അവൻ തന്നെ മാറ്റി വെച്ചോളും. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1 അടിയാണ് ഇങ്ങോട്ട് മാറ്റിയെങ്കിൽ നിനക്ക് 100 ഏക്കർ ദൈവം അങ്ങോട്ട് തരും, വേറെ തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ദൈവം വെറുതെ 100 ഏക്കർ തന്നാൽ ഇവൻ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിക്കിട്ടേ, അതാണ് നമുക്ക് വേണ്ടിയത്. അതാ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചു നോക്ക്, മധ്യസ്ഥം പ്രാർത്ഥിച്ചു നോക്ക്. വഴക്കിടുന്ന സമയത്തൊക്കെ നീ അവനിക്ക് വേണ്ടി ഒരു കൊന്ത ചൊല്ല്. അപ്പോൾ നീ ലോകത്തിലിരുന്ന് ദൈവത്തിലേക്ക് വന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ കൂടെയായി പ്രാർത്ഥിക്കുന്നത്